ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? വീണ്ടും നമ്മൾ തന്നെ വന്നു. അപ്പം ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ വീഡിയോ ഞാൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലേടാ, അതുകൊണ്ട് നമ്മൾ എന്താക്കി പറഞ്ഞാൽ ഓരോ പാർട്ടിൻ്റെയും വേറെ 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 വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതെന്ന് വെച്ചാൽ നിങ്ങൾക്കും നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ടൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാവും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകില്ലേ അല്ലേ? അതുകൊണ്ട് ആണ് ഇങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇന്ന് എന്താ വെച്ചാൽ പറയല്ലേ, ഭയങ്കര ടഫുള്ളൊരു ഇതാണ്. അതായത് ക്ലച്ച് പിടിച്ച് ഗിയർ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ച് ഫസ്റ്റ് ഗിയർ എന്നല്ല, ഫസ്റ്റ് ഗിയർ ആണെന്നല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഗിയർ ഇട്ട് ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത്, ഓഫ് ആവാതെ മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അനിയൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്നും വേണമെങ്കിൽ അടിച്ച് പൊട്ടിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതന്നെ. അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടന്നല്ലോ, പോവാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കിക്കർ അടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയണ്ടേ, ഷെൽഫ് അടിക്കുന്നുണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ന്യൂട്രൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു പഠിക്കുമ്പോൾ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, ഇപ്പം നമ്മൾ പഠിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് ന്യൂട്രൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, അതന്നെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. അത് നമ്മൾ ചെയ്യുന്നത് ന്യൂട്രൽ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേടാ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ന്യൂട്രൽ ആക്കിയിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ന്യൂട്രലാക്കാം. ഓക്കെ, ന്യൂട്രലാക്കേണ്ടത്. അപ്പോൾ ഗിയർ മാറ്റേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സെൽഫ് അടിക്കുക. അപ്പോൾ ക്ലച്ച് ഇവിടെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ക്ലച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ ക്ലച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പം ന്യൂട്രൽ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ക്ലച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ന്യൂട്രലാണ് ഉള്ളത്, വണ്ടി ന്യൂട്രലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കാം. എന്നിട്ട് ഫസ്റ്റിലേക്ക് ഇടാം. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ആ സ്റ്റാൻഡ് ഒന്ന് മാറ്റിക്കോ. അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ട രീതി ഒന്ന്, ആക്സിലേറ്റർ കൊടുക്കുന്നതിന് അടുത്ത് വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനന്യാണ്, നമ്മൾ ഇത് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഇവനാണ് പറയാൻ ഞാനും. ഓക്കെ, അപ്പം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നീ ഇങ്ങോട്ട് പിടിക്കും, നെടുക്ക് പിടിച്ചോ, അങ്ങോട്ടല്ല കുറച്ച് അങ്ങോട്ട് പിടിച്ചോ. അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് ക്ലച്ച് വിട്ടു കൊടുക്കണം. കാണുന്നുണ്ടടി? ചെറുങ്ങനെ വിട്ടു കൊടുക്കുക. അപ്പോൾ വണ്ടി മൂവ് ആവുന്നത് കാണാം, ഓഫ് ആവാതെ മൂവ് ആവുന്നത് കാണാം അല്ലേ? കുറച്ച് മുന്നോട്ട് പോട്ടെ. മതി അവിടെ നിന്ന്. അങ്ങനെ നിർത്തണമെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ച് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും ഇല്ലേ? ഇപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓഫായിരിക്കും വണ്ടി, സൗണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഫസ്റ്റ് ഗിയർ ഇട്ടു, നമ്മൾ ഇത് വിട്ടോ, ഫസ്റ്റ് ഗിയറിലിട്ടു. എന്നിട്ട് നമ്മളിപ്പോൾ ക്ലച്ച് പിടിച്ച് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവില്ലടാ, ഓഫ് ആവും. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ട് ആക്സിലേറ്റർ മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ക്ലച്ച് വിട്ട് കൊടുക്കുക. ഓക്കെ, ഈ ആക്സിലേറ്റർ എങ്ങനെ കൊടുക്കുന്നത് അതേ രീതിയിൽ ക്ലച്ച് വിടുക. അല്ലാതെ കൊണ്ട് ആക്സിലേറ്റർ മെല്ലെ കൊടുക്കുക, ക്ലച്ച് കുറച്ച് സ്പീഡായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വണ്ടി ഇങ്ങനെ തുള്ളിയിട്ട് അപ്പം തന്നെ വണ്ടി ഓഫ് ആവും. തുള്ളെന്ന് പറയുമ്പോൾ വലോണ രീതിയിൽ അങ്ങനല്ല, ഇങ്ങനെ എന്താ പറയുള്ളത്, ഇങ്ങനെ കുറച്ച് ടെൻഡൻസി മുന്നോട്ട് പോകുന്ന സ്പീഡ് പോകുന്ന ടെൻഡൻസി ആയിട്ട് അവിടെ തന്നെ ഓഫായി നിൽക്കും. ആ ഒരു രീതിയിലാവും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. മെയിനായിട്ട് ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്, ക്ലച്ച് പിടിക്കുന്നത് എങ്ങനെ. അവിടെ ഒരു കുട്ടി വീണു. ഷാനോ താക്കി തമക മെല്ലെ ബാ
അപ്പം നിങ്ങൾക്ക് ഈ കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ.